വിമാനത്തിൽ നിന്നിറങ്ങി ബാഹുബലിയെപ്പോലെ കൈയൊക്കെ വിശാലമായി വീശിയിട്ട് പ്രസിഡൻറ്റിനെ കെട്ടിപ്പിടിക്കാൻ പോവാണ്. ഇദ്ദേഹം 2 അടി നടക്കുമ്പോൾ മറ്റേ ആൾ 4 അടി നടന്ന് ഇത്രയും കെട്ടിപ്പിടിക്കാൻ മാത്രമുള്ള എന്ത് കാര്യമുള്ളത്? 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഇടപാടല്ലേ. ഈ ചൈനീസ് പ്രസിഡൻറ്റ് പോയി അവിടെ നിൽക്കുന്നു, അദ്ദേഹത്തിന് കൈ കൊടുക്കുന്നു, പോരുന്നു. അല്ലാതെ ഇപ്പോൾ അച്ചി വീട്ടിൽ കല്യാണത്തിന് പോകുന്നില്ലല്ലോ. ഇത്രയും ഭയങ്കര ആഘോഷപൂർവ്വം വന്ന് കെട്ടിപ്പിടിക്കാൻ ഇവർ തമ്മിൽ എന്ത് ബന്ധമുള്ളത്? ഇത് ഡിപ്ലോമസി അല്ല, 2 സർക്കാർ തമ്മിലുള്ള ഇടപാടുമല്ല. ഇതിൻ്റെ ആവശ്യമില്ല എന്നാണ് സത്യത്തിൽ. എവിടെ പോയാലും കെട്ടിപ്പിടിക്കൽ മൂപ്പരുടെ ഒരു മെയിനാണ്. ഇങ്ങനെ കെട്ടിപ്പിടിക്കേണ്ട കാര്യമൊന്നും ഒരു ഡിപ്ലോമസിയിലും നയതന്ത്ര ബന്ധത്തിലുമില്ല. കൈ പിടിച്ചു കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഇങ്ങേരതാമല്ലേ ഇറങ്ങി വന്നിട്ട് അവിടെ നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ കോൺവോയ് വരികയാണ്. നമ്മുടെ ട്രംപിൻ്റെ കോൺവോയ് വന്നു. കോൺവോയ് വരുന്നവർ അദ്ദേഹം സ്റ്റെപ്പ് ഇറങ്ങി അവിടെ നിൽക്കുന്നു. ലോകത്തെ മൊത്തം മാധ്യമങ്ങളും നോക്കി നിൽക്കുന്നുണ്ട്. ഇദ്ദേഹം അവിടെ നിന്ന് കാർ ഇറങ്ങിയിട്ട് നേരെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുന്നു. ഇതാണ് മാന്യമായിട്ട് ചെയ്യേണ്ടത്. അടുത്തെത്തുമ്പോൾ കൈ കൊടുക്കുന്നു. കെട്ടിപ്പിടുത്തമില്ല, ചുംബനമില്ല, കൈ പിടിച്ച് കൊണ്ടുപോകലില്ല, ഈ പരിപാടിയൊന്നുമില്ല. ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം ഈ RSSൻ്റെ ആൾക്കാർ. ഇവർക്ക് ഇങ്ങനെ ചെയ്യേണ്ടതുള്ളൂ, കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുള്ളൂ. രാജ്യ നേതാക്കന്മാർക്കിടയിൽ ഇങ്ങനെ ഒരു അകലം പാലിക്കണം. അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ചൈനയിൽ ചെന്ന സമയത്ത് പട്ടാളത്തിൻ്റെ പരേഡ് കാണാൻ നോക്കുമ്പോൾ സാധാരണ ഉയരം കുറഞ്ഞ ചൈനക്കാരാണ്, പക്ഷേ നോക്കുക 6 അടിയിൽ മുകളിലുള്ള ചൈനക്കാരെയാണ് അവിടെ നിർത്തിയിട്ടുള്ളത്. അങ്ങനെ ട്രംപിന് വലിയൊരു ഗുണമൊന്നും കിട്ടണ്ട എന്നവർ വിചാരിച്ചിട്ടുണ്ട്. ട്രംപിനേക്കാളും ഉയരം കുറവാണ് ചൈനീസ് പ്രസിഡൻറ്റ്, പക്ഷേ എന്നിട്ട് പോലും അത് കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ അവർ കൊണ്ടു നടക്കുന്നത്. മറ്റ് രാജ്യങ്ങളുടെ മുമ്പിൽ തല കുനിക്കാതിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സമത്വമാണ് പ്രധാനം, അല്ലാതെ അവരെ കെട്ടിപ്പിടിച്ചിട്ട് പോരല്ല. ട്രംപ് കാണിച്ചു വിട്ടുള്ളത് എല്ലാവർക്കും അറിയാം. ഫ്രാൻസ് പ്രസിഡൻറ്റിൻ്റെ ഭാര്യയെക്കുറിച്ച് മോശമായി, ഉക്രൈനിൻ്റെ പ്രസിഡൻറ്റിനെക്കുറിച്ച് മോശമായി, അവരുടെ വേഷത്തെ പോലും മോശമായി ചിത്രീകരിച്ചിട്ടുണ്ട്. അതുപോലെ ബ്രിട്ടൻ പ്രൈം മിനിസ്റ്റർ മോശമാക്കിയിട്ടുണ്ട്. ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ഈ വക പണിയൊക്കെ പറഞ്ഞ കക്ഷിയെ ഒരു കുഞ്ഞാടിനെ പോലെ കൂടെ കൊണ്ട് നടക്കാൻ വേണ്ടത്, അല്ലാതെ കെട്ടിപ്പിടിച്ച് അവർക്ക് മഹത്വം ഉണ്ടാക്കി കൊടുക്കുകയല്ല വേണ്ടത്. ഇത് ഡിപ്ലോമസി അല്ല. തീർച്ചയായിട്ടും ഇതിൽ നിന്ന് കുറച്ച് പഠിക്കാനുണ്ട്. മറ്റു രാജ്യങ്ങളെ നേതാക്കളെ എങ്ങനെ സ്വീകരിക്കണമെന്നും അവരോട് എങ്ങനെ പെരുമാറണമെന്നും ഒരു ട്രെയിനിങ് തീർച്ചയായിട്ടും നമ്മുടെ മോഡിക്ക് ആവശ്യമാണ്.